അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് പവിത്രമായ റമളാനു ശരീഫ് 15 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽ പ്രത്യേകമായ തയ്യാറെടുപ്പുകളും പ്രത്യേകമായ തഹയ്യുആത്തുകളും നടത്തിയിരുന്നു. 16-ാം രാവിൻ്റെ വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് എന്ന് പറയുന്ന പ്രത്യേകമായൊരു സുന്നത്ത് ഓതിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം ഒക്കെ ചെയ്യുന്നത് പോലെ നിത്യമായി സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതും. ശാഫിഈ മദ്ഹബ് പ്രകാരം ഓതൽ സുന്നത്തുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം സുബഹിൽ ഖുനൂത്തില്ല, എന്നാലും വിത്റിൽ ഖുനൂത്തുണ്ട്. ഖുനൂത്ത് ഏതായാലും സുന്നത്താണ്. അത് എവിടെ ചെയ്യണം എന്ന വിഷയത്തിലാണ് മദ്ഹബിൻ്റെ അഭിപ്രായത്തിൽ വീക്ഷണ വ്യത്യാസങ്ങളുള്ളത്. ഏതായാലും വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്തുണ്ട്. ഇന്ന് 16-ാം രാവാണ്. ഇന്ന് തറാവീഹിന് ശേഷമുള്ള വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് മറക്കരുത്. ഓർമ്മപ്പെടുത്തുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, നാം എല്ലാവരും ചെയ്യുന്നതാണ്. വളരെ മർമ്മമായ വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ നാം ഓരോരുത്തരും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിസ്കാരത്തിൽ ഇഅ്തിദാലിൽ വിത്ർ നിസ്കാരത്തിൻ്റെ 3 റക്അത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ 3-ാമത്തെ റക്അത്തിൻ്റെ ഇഅ്തിദാലിൽ, സുബ്ഹി നിസ്കാരത്തിൻ്റെ 2-ാമത്തെ റക്അത്തിൻ്റെ ഇഅ്തിദാലിൽ ഇരു കരങ്ങളും റബ്ബിനോട് തുറന്നു വെച്ചുകൊണ്ട് ചോദിക്കുന്ന ദുആ. കൈ ഉയർത്തി വെക്കണം, താഴ്ത്തി വെക്കരുത്, മടക്കി വെക്കരുത്, കുനിച്ചു വെക്കരുത്, ഉയർത്തിപ്പിടിക്കണം. നമുക്ക് ആവശ്യമുള്ളത് റബ്ബിനോട് ചോദിക്കുകയാണ്, ചോദിച്ചു വാങ്ങുകയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്നുള്ളത്, എപ്പോഴും ദുആ എന്നാലും ആ റബ്ബിലേക്ക് ഉയർത്തിയ കൈകളിൽ ബറക്കത്തുള്ള കൈയാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മുഖം അമർത്തി തടവൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ സുബ്ഹി നിസ്കാരത്തിലായാലും വിത്ർ നിസ്കാരത്തിലായാലും ഈ നമ്മൾ റബ്ബിലേക്ക് ഉയർത്തിയ ഈ കൈ തിരിച്ച് മടക്കി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ കാരണമെന്നറിയുമോ? 2-3 കാരണമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മുഖം തടവിയിട്ടില്ല. 1. രണ്ടാമത്, മുഖം തടവുന്നതിൻ്റെ ഇടയിൽ 3 അനക്കം വന്നുപോയാൽ അത് നിസ്കാരം ബാത്തിലാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തടവിയ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു 3 അനക്കം വന്നു പോയാൽ അത് നിസ്കാരത്തെ ബാധിക്കും. അതുകൊണ്ട് നിസ്കാരത്തിലുള്ള ഈ ദുആയ്ക്ക് വേണ്ടി കൈ ഉയർത്തിയാൽ മുഖം തടവേണ്ടതില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയമാണ് ഹിദായത്ത്. എല്ലാ വഖത്തുകളിലും നിസ്കരിക്കുന്ന നമ്മൾ ആ നിസ്കാരത്തിൻ്റെ ഓരോ റക്അത്തിലും റബ്ബിനോട് നമ്മൾ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നീ നേർവഴിയിലൂടെ സഞ്ചരിപ്പിക്കണേ എന്നാണ്. എന്നെ നീ ഹിദായത്താക്കണേ എന്നാണ്. ആ ഹിദായത്തിൻ്റെ പദപ്രയോഗമാണ് റബ്ബ് തആലയോട് കരങ്ങൾ ഉയർത്തി നിസ്കാരത്തിൽ പറയുന്നത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നീ ഹിദായത്ത് നൽകണം, എനിക്കും നീ ആഫിയത്ത് നൽകണം, ആരോഗ്യം നൽകണം. ആരോഗ്യമാണ് നമ്മുടെ ആകെയുള്ള സമ്പത്ത്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കഴിവില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ലാതെ വരും. ആഫിനി ഫീമൻ ആഫൈത്. അല്ലാഹു, എനിക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവെ, കാര്യങ്ങൾ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ എൻ്റെ പ്രശ്നങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണം. വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅ്തൈത്, ബാരിക് ലീ ഫീമാ അഅ്തൈത്. നീ എനിക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ട്
ആരോഗ്യം തന്നിട്ടുണ്ട്, ആയുസ് നൽകിയിട്ടുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുമാരുണ്ട്, സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, എന്തെല്ലാമാണോ നമുക്ക് അള്ളാഹു നൽകിയത് കയ്യും കണക്കുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹത്തെ നാം ഒന്ന് വിലയിരുത്തിയാൽ കണക്കാക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രമാത്രം നിഅമത്തുകളും അനുഗ്രഹങ്ങളുമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഓരോ മൈക്രോ സെക്കൻഡ് സമയങ്ങളിലും നമ്മുടെ നാഡീ നരമ്പുകൾ ചലിക്കുകയും നമ്മുടെ ഹൃദയം മിടിപ്പിക്കുകയും നമുക്ക് ശ്വാസോച്ഛ്വാസം നടത്താനുള്ള സൗകര്യമുണ്ടാക്കി തരുകയും ചെയ്തത് തന്നെ ഓരോ ദിവസം എണ്ണി നോക്കിയാലും ഓരോ മണിക്കൂറിൽ എണ്ണി നോക്കിയാലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയ്ക്കും വിധമുള്ള അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അതിലൊക്കെ നീ ബറക്കത്ത് നൽകണേ എന്നാണ് നമ്മൾ ദുആ ഇറക്കുന്നത്. വഖിനി ശർറ മാ ഖളൈത്, വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവെ നീ വിധിച്ച ഷർറുകൾ, മുസീബാത്തുകൾ, ആപത്തുകൾ, ഇടങ്ങേറുകൾ അള്ളാഹുവെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ദുആ ഇന്നത്തെ വിത്ർ നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഇഅ്തിദാലിൽ ഓതൽ സുന്നത്തുണ്ട്. മറക്കരുത്. അത് ഭവ്യതയോടെയും ഭയത്തോടുകൂടെയും വിനയാന്വിതനായി റബ്ബിനോട് കൈ ഉയർത്തണം. അലസന്മാരായി കൈ ഉയർത്തരുത്. കൈ ഉയർത്തുമ്പോൾ പൊങ്ങാതിരിക്കരുത്. നല്ലതുപോലെ പൊങ്ങി നല്ലതുപോലെ കയ്യിൻ്റെ വെള്ളയിലേക്ക്, സുജൂദിൻ്റെ സ്ഥലത്തിലേക്ക് ആത്മാർത്ഥമായി നോക്കി റബ്ബിനോട് ദുആ ഇറക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മറക്കാതെ ഈ ദുആകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.